ഈ നാണയ ദമ്പതികൾ ഒരു കുഞ്ഞുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തങ്ങളുടെ നാണയങ്ങൾ ജഡ്ജിക്ക് ദാനം ചെയ്യുന്നു. എന്നാൽ പരിശോധനയ്ക്കായി അവൻ ആ നാണയത്തെ സൂക്ഷ്മമായി നോക്കുമ്പോൾ അവൻ അവ തിരികെ എറിയുകയും അവരെപ്പോലുള്ള പാവപ്പെട്ട ദമ്പതികൾക്ക് ഒരു കുട്ടിയുണ്ടാകാൻ അർഹതയില്ലെന്ന് പറയുകയും ചെയ്യുന്നു. വിശ്വസിക്കാനാവാതെ ദമ്പതികൾ കരയാൻ തുടങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് മറ്റൊരു ദമ്പതികൾ അവർക്കരികിലൂടെ നടന്നു പോകുന്നു. അവർ വളരെ പണക്കാരാണെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും ഒരു നാണയം പുറത്തെടുത്ത് ജഡ്ജിക്ക് നൽകുന്നു. എന്നാൽ ആ ജഡ്ജി അത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കൈക്കുലിയെ മറ്റൊരു നാണയം കൂടി പുറത്തെടുക്കുന്നു. എന്നിട്ട് അയാൾ അത് മേശപ്പുറത്ത് വെക്കുന്നു. അത് നോക്കിയ ശേഷം ജഡ്ജി അത് സ്വീകരിക്കുകയും തന്റെ എല്ലാ നാണയത്തുട്ടുകളും കൂടെ ആ മെഷീനിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ നാണയക്കുഞ്ഞ് പുറത്തു വരുന്നു. ആ ജഡ്ജി ആ കുഞ്ഞിനെ പണക്കാരായ ദമ്പതികൾക്ക് നൽകുന്നു. അവർ അവിടെ നിന്ന് പോകുന്നു. ഇത് പാവപ്പെട്ട ദമ്പതികളെ കൂടുതൽ സങ്കടത്തിലാക്കുന്നു. അതിനാൽ ആ പിതാവ് ഒരു നാണയം കൂടി വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ജഡ്ജി വീണ്ടും കൂടുതൽ നാണയങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതാണ് ശരിയായ മാർഗമെന്ന് ദമ്പതികൾ തീരുമാനിക്കുകയും അവരുടെ ശരീരത്തിൽ നിന്നുള്ള ഓരോ നാണയവും പുറത്തെടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒടുവിൽ അവരുടെ പക്കൽ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ജഡ്ജി പിന്നീട് ആ നാണയങ്ങളെല്ലാം തൂത്തുവാരി ശ്രദ്ധയോടെ പരിശോധിച്ച ശേഷം ആ നാണയങ്ങൾ മെഷീനിൽ ഇടുകയും അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും കമന്റും ചെയ്യുക.